Hi guys, welcome to my YouTube channel. I am Shobha Vishwanath. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ സോഷ്യൽ എൻ്റർപ്രൈസിലാണ്. ഇതാണ് ഞങ്ങളുടെ താവളം. ഇന്നിപ്പം രണ്ടാമത്തെ എപ്പിസോഡാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർഷമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു, നമ്മൾ ഈ പറയൂലേ നമുക്കൊരു വിഷ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടായിരുന്നു ഒത്തിരി വർഷമായിട്ട്. ഫൈനലി ഐ വാസ് ഏബിൾ ടു ലോഞ്ച് മൈ ചാനൽ. അപ്പോൾ ഒരു ലേണിംഗ് കർവ് ആണെന്ന് പറയാം ഞങ്ങൾക്ക്, നമ്മുടെ ടീമിനും. ശരിക്കും ഒരുപാട് കമൻസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ദാറ്റ് ഇനി വരുന്ന എപ്പിസോഡ്സിലെങ്കിലും അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആസ് എ ടീം ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അൺഹേർഡ് വോയിസസിനെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് പേരെ നമുക്ക് ആസ് പീപ്പിൾ നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തണം. ഒരുപാട് പേരുണ്ട് എൻ്റെ മനസ്സിൽ തന്നെ. എനിക്ക് തോന്നുന്നു 10 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേരുടെ സ്റ്റോറി നിങ്ങളിലും എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ we'll be meeting lot of interesting people. Also അറിയാലോ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഫാഷൻ ആയിരുന്നു, അപ്പോൾ ഡെഫിനറ്റ്ലി ഫാഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. യാത്രകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും സ്പിരിച്വൽ യാത്രാസാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലൊരു എന്താ പറയുക ഞാനാക്കി എടുത്തത് ആ ഒരു യാത്രകളാണ്. അപ്പോൾ ആ ഒരു ട്രാവൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഹെൽത്ത് ടിപ്സും കാര്യങ്ങളും അങ്ങനത്തെ എങ്ങനെയൊക്കെ നമുക്ക് ആ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് വീഡിയോ. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്നത് കലയാണ്, ആർട്ടാണ്. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് എ വാസ്റ്റ് ഒരു ഏരിയ ആണ്. അതിനകത്ത് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ടാവും. സിനിമയാകാം, നമ്മൾ എനിത്തിങ് റിലേറ്റഡ് ടു ആർട്ട് വിൽ ബ്രിങ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ഫാഷൻ ആയിരുന്നു ഏറ്റവും നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ്, അതുപോലെ തന്നെ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്ന വീവേഴ്സ് വില്ലേജ് ആണെങ്കിൽ പോലും ഇതൊരു 150-year-old ഹെറിറ്റേജ് ഹൗസാണ്. അടൂർ ബാസിയുടെ തറവാട് അദ്ദേഹത്തിൻ്റെ തറവാടാണ്, CVയുടെ തറവാടാണ്. അപ്പം ഇവിടെയും നമ്മുടെ ഈ റെയിലിങ്സ് ഒക്കെ നോക്കിയാൽ തന്നെ രാജാ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ നമുക്ക് രേഷ്മ തോമസിൻ്റെ ആർട്ട് കാണാം, പെയിൻറ്റിങ്സ് ഉണ്ട്. ഇപ്പം ആർട്ട് ഗാലറി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആർട്ട് ലിറ്ററേച്ചർ സസ്റ്റൈനബിൾ ഫാഷൻ എന്നൊരു കോൺസെപ്റ്റ് സ്റ്റോറാണ് നമ്മുടെ വീവേഴ്സ് വില്ലേജ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഞാൻ ഒത്തിരി സംസാരിച്ച് പോകുന്നുണ്ടല്ലേ, സോ സോറി. ഇങ്ങനെ എക്സ്പ്രസ് ആണ്. തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിളാണ്, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തൂല. അപ്പം ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെയും കാട്ടി ആ വ്യക്തി എന്താ ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് മെമ്മറീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ആ ഒരു മെമ്മറീസിനെ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫിയാണ്, ഡെഫിനറ്റ്ലി ആ മൊമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് 3D കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈവ് കാസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അമ്മയും കുഞ്ഞും, അതുപോലെ കപ്പിൾസിൻ്റെ കൈകൾ വെച്ചിട്ട്, അതുപോലെ തന്നെ ഇഫ് യു ഹാവ് സമ്മൺ വെരി സ്പെഷ്യൽ, അമ്മയും അച്ഛൻ്റെയും അല്ലെങ്കിൽ അമ്മയും മോളുടെയും, അങ്ങനെയൊക്കെ നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ഇറ്റ് വാസ് ലൈക്ക്, ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് നിനു. ആക്ച്വലി നമ്മൾ വെൽക്കം ചെയ്യണമല്ലോ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യത്തെ എപ്പിസോഡ് കണ്ടോ? ഞാൻ കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീം ഒരു എഫേർട്ടാണ്. അപ്പം ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ്? എന്താണ് ഇത് സംഭവം? എങ്ങനെ പറ്റി? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ആക്ച്വലി ഞാൻ എൻ്റെ
ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കീപ്സേക്ക് ജ്വല്ലറിയുടെ ബിസിനസ് ആണ്. okay. സോ അത് തുടങ്ങിയത് തന്നെ ഞാൻ എൻ്റെ മോളുണ്ടായതിനു ശേഷമാണ്. ഓക്കെ. സോ മെമ്മറീസ് വൺസ് യു ഹാവ് എ കിഡ്, മെമ്മറീസ് പ്രിസർവ് ചെയ്യുന്നത് ഒരു വളരെ ക്ലോസ് ടു അവർ ഹാർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറഞ്ഞപ്പോ തന്നെ I'm getting goosebumps. സത്യം. എന്നിട്ട് കാരണം അംബ്ലിക്കൽ കോഡ് ഉണ്ട് കുഞ്ഞിന്റെ, അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. ബ്രസ്റ്റ് മിൽക്കിനെ പറ്റി ഞാൻ കേട്ടു. ബ്രസ്റ്റ് മിൽക്ക് പ്രിസർവ് ചെയ്യാം. കാരണം അതൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ലൂസായി പോകുന്ന, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി കഴിയുമ്പം ആ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു ആ ബോണ്ട്, അത് നമുക്ക് ഫോർ എവർ പ്രിസർവ് ചെയ്യാം, ഫോർ എ ലൈഫ് ടൈം കുഞ്ഞിന് പാസ് ഓൺ ചെയ്യാം, അവർക്ക് അവരുടെ കുഞ്ഞിന് പാസ് ഓൺ ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്. നമ്മൾ എന്തായാലും നിനുവിന്റെ ലിങ്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക് നമ്മൾ എന്തായാലും വിൽ ബി ഷെയറിങ് ഇറ്റ്. പ്ലീസ് ചെക്ക് ഔട്ട് ഹർ പേജ്. അമേസിങ് സാധനങ്ങളാണ്. ഇത് മാത്രമല്ല വേറൊരു പേജും കൂടെ ഉണ്ട് അല്ലേ? 2 ഇതുണ്ട്. വേറൊന്ന് ജ്വല്ലറിയുടെ ആണ്, പിന്നെ സെക്കൻഡ് വൺ ഇസ് കാസ്റ്റിംഗ്. നമ്മൾ ഈ 3D കാസ്റ്റിംഗ് ആൻഡ് ലൈവ് കാസ്റ്റിംഗ്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സംഭവം എന്ന് വെച്ചാൽ ഹാഫ് ആൻ ഇത് എത്ര ടൈം എടുക്കും ഇത് ചെയ്യാൻ? ഫുൾ പ്രോസസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരു 1 hour മാക്സിമം എടുക്കും. മാക്സിമം ഒരു 1 hour ആണ് എടുക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്ത ഔട്ട്കം കിട്ടാൻ വേണ്ടി. സെറ്റ് ചെയ്യാൻ ഒരു ഹാഫ് ആൻ അവർ എടുക്കും. സോ വാട്ട് വി ആർ ഗോണ ഡു ഇസ്, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട്, ഒന്നാമത് എല്ലാവരും തന്നൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ലാഗ് ചെയ്യരുത്, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. അത് കാരണം എൻ്റെ എഡിറ്റർക്കും കൂടി കുറച്ചൊരു സമാധാനമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ടൈം സേവ് ചെയ്ത് ആദ്യം പ്രോസസ്സ് എന്താണ്, പ്രോസസ്സ് ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ട് ഡെലിവർ ചെയ്ത് കൊടുക്കും. ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് ഡെലിവർ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് നമ്മുടെ പ്രോസസ് എന്ന് വെച്ചാൽ ഇംപ്രഷൻ എടുക്കുക കൈയുടെ. ഇംപ്രഷൻ എടുക്കുക. കപ്പിൾസിന്റെ ആവാം, ആരെയാന്ന് വെച്ചാൽ ഇന്ന് എന്റെ കുഞ്ഞിന്റെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അറിയാലോ, യുനോ ആരുടെയാണെന്ന്. ഓക്കെ. വ്യൂവേഴ്സിന് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാം നമുക്ക് എങ്ങനെയാ പ്രോസസ് അറിയിക്കാൻ. രണ്ടാമത്തെ പ്രോസസ് എന്താണ്? സെക്കൻഡ് ഇസ് കാസ്റ്റിംഗ്. അത് ഈ മോൾഡിന് ഇംപ്രഷൻ എടുത്ത് അതിനെ കാസ്റ്റ് ചെയ്ത് ഒരു സ്റ്റോൺ ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ആക്കി എടുക്കുക. ഒരു പ്രോസസ് ഷോർട്ട് പ്രോസസ് ആണ്, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ അത് കഴിച്ചും അത് ഉണങ്ങിയതിന് ശേഷം, ഉണങ്ങി എത്ര സമയം എടുക്കും? ഫുൾ നമ്മുടെ ആ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആവാൻ ഒരു 30 minutes. അത് കഴിഞ്ഞിട്ട് then we can paint it. പെയിന്റ് ചെയ്യാൻ യൂഷ്വലി അത് കുറച്ച് ദിവസം കൂടെ നമുക്ക് ഡ്രൈ ആവാൻ ടൈം കൊടുക്കണം. കാരണം ഒരു വാട്ടർ കണ്ടന്റ് കാണും പെയിന്റ് അടിക്കുമ്പോൾ, അപ്പോൾ ഒരു വൃത്തിയുടെ ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈമും കൂടെ ഒരു 1 or 2 days എടുത്താണ് നമ്മൾ അപ്പം ആ പെയിന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പെയിന്റ് തന്നെയാണോ? നമ്മൾ ആർട്ടിസ്റ്റ് അക്രിലിക് യൂസ് ചെയ്യാറുണ്ട്, സ്പ്രേ പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ റിക്വയർമെന്റ്. ഇപ്പൊ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് മെയിൻ, അതിലേക്ക് ഞാൻ പിന്നെ വരാം, ആ ലവ് സ്റ്റോറിയിലേക്ക്. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ? അധികം ആയിട്ടില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇപ്പൊ എന്റെ അറിവില് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ വിട്ടു കൊടുക്കില്ല സാർ. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് കോമ്പറ്റീഷൻ. നമ്മള് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ്സ് അബൌട്ട് ഫുൾഫിൽമെന്റ്. നമ്മളെ ഒരു ഫുൾഫിൽമെന്റ്, കസ്റ്റമേഴ്സ്. അപ്പം അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പറഞ്ഞത്. സോ ഇറ്റ്സ് ലൈക്ക് ഹൗ യു ഡു ഇറ്റ് എന്നോ. നമുക്ക് ഒരുപാട് പേര് വന്നാലും നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? അത് കറക്റ്റാണ്. അപ്പം നമുക്ക് ഇന്ന് എല്ലാ ഐറ്റംസും റെഡിയാണ്. ഇനി ഒരു ഐറ്റത്തിന് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ആ ഐറ്റത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും എൻ്റെ മോൻ. എൻ്റെ 2 പിള്ളേരിൽ ഒരു കൊച്ചാണ്. സോ ഫോർ മീ I don't have kids. I do have kids. ഞാൻ ഒരു NGO നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. I'm an animal lover, hardcore. ആൻഡ് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ ഇപ്പോൾ കടന്നു പോയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയാം. ഭയങ്കര ഒരു വലിയ ഇവിടെ തന്നെ ആയിരുന്നു സംഭവം നടന്നത്. ഐ വാസ് ഫ്രെയിംഡ് ഇൻ എ ഫേക്ക് നർക്കോട്ടിക് കേസ്. അപ്പോൾ അതൊക്കെ പുറത്ത് വന്നു. പക്ഷെ ആ ഒരു ടൈം 6 months എന്ന് പറഞ്ഞാൽ ഫോർ മീ ഇറ്റ് വാസ് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു പെയിൻ. എന്നെ ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ പംകിനായിരുന്നു. എൻ്റെ ഡോഗാണ്. 10 months ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവാൻ. ഹീസ് എ ബ്രിട്ടീഷ് ബുള്ളിയാണ്. അപ്പം അവനാണ് എൻ്റെ ഒരു
ഫുൾ ടൈം ഒരു ശരിക്കും എന്നെ അതിൽ നിന്ന് പുറത്തിറക്കിയെന്ന്. പിന്നെ ഡെഫിനറ്റ്ലി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വെയർ ദെയർ 100%. പക്ഷേ ആ മൃഗങ്ങൾക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം അവൻ്റെയും എൻ്റെയും കൂടി കൈയാണ് ഇന്ന് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. സൂപ്പർ എക്സൈറ്റഡ്. നമുക്ക് തുടങ്ങിയാലോ പണി? ഓക്കെ. പിന്നെ എനിക്ക് വേറൊരു ഡോഗ് കൂടെ ഉണ്ട്. എല്ലാവരും ചോദിക്കുക എന്താണ്. പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ്. പംകിൻ എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഹാവ് എ ടാറ്റു. ട്വിങ്കിൾ എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് എ ഡോഗ്. അപ്പോൾ എനിക്ക് ട്വിങ്കിളിൻ്റെ മുടി എനിക്ക് മറ്റേ ഇത് ചെയ്തു തരണം, ആ ജ്വല്ലറി ഉണ്ടാക്കി തരുമല്ലോ. ഷീ പ്രോമിസ്ഡ്. ഓക്കെ. ഇപ്പോൾ ഒരാളെ കൊണ്ടുവരും പംകിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ മൊത്തം കൂർക്കം വലിച്ചിറങ്ങുക, രാത്രി മൊത്തം എന്നെ ഉറക്കം കളക്കുക, അതാണ് അവൻ്റെ സ്വഭാവം. കുണ്ടണി കണ്ടുപിടിച്ചത് അവനാണ്. വരുന്നുണ്ട് ആള്. പുലി വരുന്നേ, പുലി. ബിസ്ക്കറ്റ് അവൻ തരൂ കേട്ടോ. ഹൈഫൈ തരൂ. ഹൈഫൈ. ഗുഡ് ബോയ്. മറ്റേ കൈതാ. ഹൈഫൈ. ഗുഡ് ബോയ്. അവൻ ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് തലകുത്തനെ വേണമെങ്കിലും അവൻ മറിയും. ഗുഡ് ബോയ്. നമുക്ക് ഞാൻ അതിനകത്തേക്ക് ഇടണം അല്ലേ? അപ്പൊ എന്റെ മടിയിലെടുത്ത് വെച്ചാലേ പറ്റുള്ളൂ. എന്നിട്ട് അന്നകത്തേക്ക് കൈ വെക്കണം അല്ലേ? ഒരു രക്ഷയില്ല. എനിക്ക് ഞാൻ മാത്രം. സൂപ്പർ. ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു 45 സെക്കൻഡ്സ് നമുക്ക് ഇതിനകത്ത് കൈ സ്റ്റില്ലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ആ മോൾഡ് ഹാർഡ് ആവും. ഇംപ്രഷൻ അതേപോലെ തന്നെ എല്ലാ ഇപ്പം ശുഭയുടെ ബാംഗിൾസിന്റെ ഇംപ്രഷൻ ആണിത്. ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇംപ്രഷൻ കിട്ടും. ഈ ഒരു ഇത് നമ്മളിനി ഒരു ഹാഫ് ആൻ അവർ വെച്ചേക്കണം അല്ല, ഇത് നമ്മൾ അതിനകത്ത് ഒരു കാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോർ ചെയ്തിട്ട് ഹാഫ് ആൻ അവർ. ഓ ലൈക്ക് ദാറ്റ്. ഓക്കേ ഓക്കേ. അതിന്റെ കളർ എന്താണ്? അത് നമുക്ക് ഔട്ട് വരുന്നത് യെല്ലോ കളറിലാണ്. ശരി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ പെയിന്റ് അത് ഗോൾഡ് ആയിട്ടോ സിൽവർ ആയിട്ടോ വൈറ്റ് ആയിട്ടോ. എനിക്ക് വൈറ്റ് വേണമെന്ന് പറഞ്ഞത്. വൈറ്റിൽ ചെയ്യാം. നമ്മള് കാസ്റ്റ് ഒഴിക്കാൻ പോവാണ്. ആദ്യം വേറൊന്നുമില്ല, വെള്ളം അല്ലേ? വെള്ളം വെച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് 1/2 മണിക്കൂറുണ്ട്. നമ്മൾ മോൾഡൊക്കെ ഒഴിച്ച് വെച്ച് ഹാഫ് ആൻ അവറത്തേക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാമെന്ന്. അപ്പൊ വീട്ടില് ഒരു മോള് ഭാഗ്യവതി അല്ലേ? 2 വയസ്സുള്ള മോള് ഭാഗ്യവതി. ഭർത്താവ് ഹസ്ബൻഡ് ഇപ്പൊ ഡ്രൈവിംഗ് ഫീൽഡിലാണ്, ടാക്സി ഡ്രൈവറാണ്. ഫുൾ സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. സന്തുഷ്ട കുടുംബം, കുഞ്ഞ് കുടുംബം, സന്തുഷ്ട കുടുംബം. പിന്നെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ കുഞ്ഞായതിനു ശേഷമാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു അത് ആദ്യം എങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത്?
ഐഡിയ വന്നത് ആക്ച്വലി ഞാൻ ക്ലോത്ത് പേപ്പറിന്റെ കുഞ്ഞിന് ക്ലോത്ത് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇതേപോലെ അവരെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. പ്രസ് മിൽക്ക് ജ്വല്ലറി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു 3 മാസമായിരുന്നപ്പോൾ ഇതേപോലെ ചെയ്തു എന്നുള്ള ഒരു ഇത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര അമ്യൂസ്മെന്റ്. ഞാനും ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്, കേട്ടിട്ടേ ഇല്ല. അപ്പം എന്റെ പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജേർണിയായിരുന്നു. അപ്പൊ അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ ആ ഒരു ജേർണി എനിക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എനിക്കൊരു കാര്യമായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ അങ്ങനെ പലയിടത്തും റേറ്റ്സ് തിരക്കിയപ്പം ഭയങ്കര റേറ്റ്, നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ്. ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തു അതിന്റെ. പിന്നെ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ചോണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നീ റിസർച്ച് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. നമ്മളെപ്പോഴും പറയും ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ. അതുപോലെ തന്നെ ഈ വുമൺ, സക്സസ്ഫുൾ വുമന്റെ പുറകിൽ ഒരു മാൻ ഉണ്ട്. അല്ലേ? അങ്ങനെ റിസർച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കൊണ്ട് കുറെ റിസർച്ച് ചെയ്തു. കാരണം നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രിസർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സ്. നമുക്ക് കെമിക്കൽ പ്രിസർവേഷൻ വഴിയാണ് പ്രിസർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏത് പാൽ പോയും ബ്രസ്റ്റ് മിൽക്ക് ചീത്തയാക്കും. ബട്ട് ബ്രസ്റ്റ് മിൽക്കിന് കുറച്ച് നാളും കൂടെ ലാസ്റ്റ് ചെയ്യാനുള്ള, അതിനകത്ത് ആന്റിബോഡീസും എല്ലാം വരുന്നുണ്ട്, കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിൽ. ഈ നമ്മളെ ഈ കെമിക്കൽ പ്രോസസ്സ് ഒരു ബ്രസ്റ്റ് മിൽക്ക് ആർട്ടിസ്റ്റും റിവീൽ ചെയ്യത്തില്ല. അവരുടെ ട്രേഡ് സീക്രട്ട് ആണ് അത്. ആരും റിവീൽ ചെയ്യത്തില്ല. ബട്ട് US-ലോട്ടുള്ളവരൊക്കെ അതിന്റെ പൗഡർ ഫോം വിൽക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തിരക്കി. അതിനും ഇതേപോലെ ഭയങ്കര റേറ്റ്. കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഇത് റിസർച്ച് ആയിരുന്നു. റിസർച്ച് മാത്രമല്ല, അതിന്റെ നമ്മള് കുറെ ഫോർമുലേഷൻസ് കുറെ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമ്പോ അത് ബ്രൗൺ ആവോ യെല്ലോ ആവോ എങ്ങനെയാ കളർ ചേഞ്ച് ചെയ്യുന്ന. ബ്രസ്റ്റ് മിൽക്ക് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മോൾഡ് ഫോം ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ ട്രയൽ ആൻഡ് എറേഴ്സ് കഴിഞ്ഞിട്ടാണ് അതിന്റെ ആ ഒരു കിട്ടിയത്. അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് പറയാം അല്ലേ? ബിക്കോസ് ഒത്തിരി നമ്മൾ ഈ പറഞ്ഞ എന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടില്ല, അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തർക്കും ഓരോരോ. കാരണം ഇതിനെപ്പറ്റി ആർക്കും വലുതായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എടുത്തോണ്ട് വന്നത്. ബിക്കോസ് ബോബി എന്നോട്, ഞാൻ നമ്മുടെ ടീം വൈറ്റ് ബാലൻസ് ടീം ബോബി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, ഇതാണ് ചെയ്യുന്നത് പറയുമ്പോൾ ഞാൻ മൈ ഗോഡ്, നമ്മൾ ഉടനെ തന്നെ നമ്മൾ വിളിക്കണം. അടുത്ത സെക്കൻഡ് എപ്പിസോഡ് ഐ എം ഡൂയിങ് ഇറ്റ് വിത്ത് ഹർ. ബിക്കോസ് സ്പെഷ്യലി ഈ പറഞ്ഞില്ലേ ഈ അംബിലിക്കൽ കോഡും ബ്രസ്റ്റ് മിൽക്കും, അതുപോലെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ കയറി ഞാൻ കാണുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ലൈക്ക് നമ്മുടെ സംതിങ് വെരി പേഴ്സണലൈസ്ഡ് അല്ലെ? എല്ലാവർക്കും ഇപ്പൊ സ്പെഷ്യലി നമ്മളിപ്പോ എന്ത് ഇവിടെ ആണെങ്കിലും ക്ലോതിങ് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതാണ് അതിൻ്റെതായ ആ ഒരു കാലമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ദർ ഇസ് എ മാർക്കറ്റ് ഫോർ ഇറ്റ്. ആൻഡ് എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെ വേണ്ടി വന്നു? ഇൻവെസ്റ്റ്മെന്റ് ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. കാരണം അന്ന് എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ബേബിയും ഉണ്ട്, അതൊരു ചെലവ്. അങ്ങനെ അന്നേരം അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. ഞാൻ വളരെ സ്മോൾ സ്കെയിലില് ഇൻവെസ്റ്റ് ചെയ്ത് 1,500 അങ്ങനെയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അവസാനം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫോർമുലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഒരു ബിസിനസ് ആക്കാം എന്നൊരു ചെറിയ രീതിയിലൊരു ഇൻകം കിട്ടുന്നത്. എങ്ങനെയാണ് ആ ഒരു ചിന്ത പോയത്? മെയിനായിട്ട് കുറച്ചൊരു ഇൻകം കയ്യിൽ വേണം എന്നുള്ള ഒരു ആ ഒരു സ്റ്റേജ് എനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആവണം അപ്പൊ തോന്നി. ഇൻഡിപെൻഡന്റ് അല്ല, ഒരു ചെറിയൊരു ഇൻകം നമുക്ക് കിട്ടണം. ചെറിയ രീതിയിലാണ് എനിക്ക്, കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറെ പേരുണ്ട് ചെയ്യുന്നത്. ഈ ജ്വല്ലറിയുടെ കുറെ പേരുണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ജ്വല്ലറി അതും ചെയ്യുന്നവരെല്ലാം നല്ല ഒരു ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ആയവരാണ്. അപ്പം നമുക്ക് ബിസിനസ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഫ്രീ ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉള്ളത് കൊണ്ട് അത് നന്നായില്ലേ? ആ ഒരു ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോസസ് ആയതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും ബിസിനസ് തരത്തുള്ളൂ, എന്നുവെച്ചാൽ വർക്ക് തരത്തുള്ളൂ നമുക്ക്. കാരണം
നമുക്ക് ആ ഒരു ബ്രസ്റ്റ് മിൽക്ക് വെച്ച് തന്നെയാണോ ചെയ്യുന്നത്, അവർക്ക് വിശ്വസിക്കാൻ പറ്റണം. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എനിക്ക് വർക്ക് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് അപ്രോക്സ് എത്രയായി, എത്ര ടൈം എടുത്തു അത് ചെയ്യാനായിട്ട്? വർക്ക് ആ ഒരു 1 month എടുത്തു അത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വേണം. കാരണം ഞാൻ റിക്വയർമെന്റിനനുസരിച്ചായിരുന്നു അന്നേരം സാധനം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 month എടുത്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം അവളുടെ കുഞ്ഞിന്റെ ടൂത്ത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നത്. വെരി ടൈനി 2 ടൂത്ത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം എനിക്ക് തന്നത്. ഒരു ബോട്ടിൽ കീപ്സേക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അതിനെ ചെയ്ത് അവർ പറഞ്ഞ് എനിക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് തന്നു. എങ്ങനെ വേണമെങ്കിലും ചെയ്തു. കീപ്സേക്ക് ജ്വല്ലറി ഒന്നും വേണ്ട, എനിക്കൊരു കീപ്സേക്ക് ആയിട്ട് വെച്ചിരുന്നാൽ മതി, ഒരു മെമ്മറി ആയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ കീപ്സേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ നമുക്കത് കീ ചെയിൻ എന്തൊക്കെ സാധനം പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം കീ ചെയിൻ ചെയ്യാം, വോൾ ആർട്ട് ചെയ്യാം, വെച്ച് നമുക്ക് നല്ലൊരു പെയിന്റിംഗ് ആക്കാം. വേണമെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വോൾ ആർട്ട്, കീ ചെയിൻ, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വേണമെങ്കിൽ ക്ലോക്ക് ആക്കാം. നമുക്ക് വെൽക്കം സൈൻ ആക്കാം. എന്ത് വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യും. നമുക്ക് എന്ത് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് ചെയ്യാം. ബുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് പോസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു ബുക്ക് മാർക്ക് ചെയ്താൽ മതിയോ? അപ്പൊ ഞാൻ പറഞ്ഞ ബുക്ക് തുറക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് വോൾ ഹാങ്ങിങ് അങ്ങനത്തെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ആയിട്ട് ചെയ്യാം. നമുക്ക് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഗോൾഡ് വെച്ചിട്ട് ഗോൾഡ് ബേസ് സിൽവർ 22, 18 കാരറ്റ്, 16 കാരറ്റ് ഗോൾഡ് വെച്ച് ചെയ്യാറുണ്ട് നമ്മള്. അപ്പൊ ശരിക്കും കുറച്ചൊരു പണിയുള്ളതും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്ക് ആൾക്കാരുടെ പ്രിഫറൻസ്. ഇപ്പൊ എന്റെ അടുത്ത് മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്ന എനിക്ക് ഇത്രയൊരു ഇത്രയൊരു ബഡ്ജറ്റ് ഇല്ല, എങ്ങനെ എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഞാൻ യൂഷ്വലി എന്റെ ബ്രസ്റ്റ് മിൽക്ക് വെച്ച് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 ആ ഒരു റേഞ്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ബ്രസ്റ്റ് മിൽക്ക് കുറച്ചും കൂടെ പ്രിസർവിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു 1500 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് 1500 എന്ന് പറഞ്ഞൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ലൈഫ് ലോങ് മാത്രമല്ല, നമ്മുടെ കിഡ്സിനും പാസ് ഓൺ ചെയ്യാം, അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാസ് ഓൺ ചെയ്യാം. ഇറ്റ്സ് വർത്ത്, ടോട്ടലി വർത്ത്. നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രത്യേക സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പീസ് ആക്കി വെളി നടക്കണം, ഇവിടെ നടക്കണം. ആരോഗ്യം ഭയങ്കര ആയതുകൊണ്ട് വരുന്നില്ല. Oh my God, this is like the moment ആണ്. എന്റെ നഖം കണ്ടോ? എന്റെ വിരലുകളും ഉണ്ടോ? കുഞ്ഞു വിരലിന്റെ കണ്ടോ? മമ്മി റിട്ടേൺസിനകത്ത് കാണുന്നുണ്ടോ നിങ്ങൾ ഇത് വല്ലതും? നമുക്കിത് ചെയ്യണ്ടേ? നീനുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? പെട്ടെന്ന് ആ ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറിക്കോളൂ. ഇത് ചെയ്യാൻ നമുക്ക് ഏകദേശം എത്ര എക്സ്പെൻസീവ്? ഓരോ കാസ്റ്റിനും ഓരോ ഡിഫറെന്റ് റേറ്റ് ആണ് വരുന്നത്. ബേസിക് നമ്മള് കുഞ്ഞുങ്ങളുടെ കാസ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് 2500 തൊട്ടുണ്ട്. ഇതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ പംകിൻ അവൻ കുറച്ച് പണി തന്നതുകൊണ്ട് നമ്മളിത് ശരിയാവും വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും നമ്മളൊരു ബാക്കപ്പ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു സംഭവം. വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പംകിന്റെ അതിനകത്ത് വന്നിട്ടുണ്ടോ? അല്ല, വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. വെച്ചിട്ട് നമ്മൾ വെച്ചതാണെങ്കിൽ കൈ കഷ്ടപ്പെട്ട് ഇത് എന്റെ തന്നെയാണോ എനിക്ക് സംശയമുണ്ട്. വേറെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. സക്സസ്ഫുള്ളി നമ്മള് ഫൈനൽ പ്രോഡക്റ്റ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് ശരിക്കും വാക്കുകൾ കിട്ടില്ല. എന്റെ കൈ തന്നെയാണ്, വേറെ ആരുമില്ല. എനിക്ക് ഞാൻ ബാങ്കിന്റെ ഡീറ്റെയിൽ വരെ നമ്മൾ ഇളക്കി മാറ്റിയതും കൊണ്ട് അത് ടയറായി പോയത്. ഒരു ഭാഗത്ത് മാത്രമാണ് ബാങ്കിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ടോ? ചെറിയൊരു ശരിയാ, കുപ്പിവെള്ളം പൊട്ടിയത് അത് അവൻ കാരണമാണ്.
പമ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് കുപ്പിയോളം പൊട്ടിയതിന്റെ ഒരു പീസ് വലുതാത്തുണ്ട്. ബട്ട് അവന്റെ അത് വേണ്ട, അങ്ങനെ ആയിരിക്കണം. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടില്ല. അത് പറയുമ്പോ എപ്പോഴും നമുക്കൊരു ഇംപെർഫെക്ഷൻ ആണ് പെർഫെക്ഷൻ. കുഞ്ഞുങ്ങളെയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾ പോലും വരാതെയാണ് വരുന്നത്. നമ്മുടെ പംകിൻ കുട്ടൻ അതാണ് അപ്പൊ അവന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ എന്റെ വിരലിലെ ഈ ഒരു ഹോള്. അപ്പൊ എന്തായാലും മൈ ഗോഡ്, this is really special. Thank you so much. കൊറോണയാണ് happy ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ happy. Oh my god, look at this guys. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ? ഇത് കണ്ടോ? കിടിലല്ലേ? ഓരോ ഫിംഗർ നമ്മുടെ ആ ഒരു വിരലിന്റെ അവിടുത്തെ വിരലിന്റെ അല്ല സ്കിൻ ടെക്സ്ചർ വരെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിങ്സ് ഉണ്ടോ? റിങ്ങിന്റെ എല്ലാം റിങ് ഉണ്ട് എല്ലാം. ഇപ്പം വെഡിങ് ആണെങ്കിൽ വെഡിങ് റിങ്സിലെ നെയിം വരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരും കിട്ടും. നല്ല ചൂടുണ്ട്, നല്ല ചൂടാണ് കഴിയാണ്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇതെന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞല്ലോ, ശരിക്കും സെൽഫ് ലവ്. സോ ദിസ് ഇസ് സെൽഫ് ലവ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം വേണ്ട അതാണ്, നമ്മളെ സ്നേഹിക്കാൻ പറ്റണം, എന്നാലേ നമുക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം. ഓ താങ്ക് യു. ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. നിന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ നമ്പറും ഇൻസ്റ്റഗ്രാം ലിങ്കും ഒക്കെ നമ്മൾ ഇതിന് താഴെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ തന്നെ നിങ്ങൾക്കും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് എന്താ പറഞ്ഞ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാനും പറ്റട്ടെ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കേൾക്കണം. ഫ്യൂച്ചർ പ്ലാൻസ്, ഞാനിപ്പം സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഫീൽഡിൽ എനിക്ക് ഒരു ജോബ് വേണമെന്നാണ് താല്പര്യം. ഇത് ഇപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്ത് ഇത് ചെയ്താലും അതിന്റെ കൂടെ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് കൂടെ പോകുന്നുണ്ട്. സ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ള ഇൻസ്റ്റാഗ്രാം, താങ്ക്സ് ടു ഇൻസ്റ്റാഗ്രാം അല്ലേ. അത് എന്റെ സൈക്കോളജിസ്റ്റ് ആവണമെന്ന് എന്റെ ഒരു പാഷൻ. ഓ മൈ ഗോഡ്, അടിപൊളി. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്നുള്ളത് വലിയ രീതിയിൽ പുഷ്പിക്കട്ടെ, പൂവണിയട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എന്താ പറഞ്ഞ ബിസിനസ് ഐഡിയ. ആൻഡ് എല്ലാവരും ഒന്നും ചെയ്യാത്ത കാര്യമാണ് പല കാര്യങ്ങളും. അത് ഇതിനകത്ത് നമുക്ക് ഷെയർ ചെയ്തു, ഫുൾ കാണിച്ചു തന്നു ആ പ്രോസസ്സ്. അങ്ങനെയായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, ഒന്ന് എടുക്കുമോ? എന്റെ 2 കുഞ്ഞു കൈകൾ. അതുപോലെ തന്നെ എനിക്ക് പംകിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, കുറെ ഹോൾസും അവന്റെ നഖത്തിന്റെ പാടും ഒക്കെ ഇതിനകത്തുണ്ട്. ദിസ് ഇസ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറയണ്ടേ ഒരു കാര്യം. എന്താണ് പറയാൻ പോകുന്നത്? എല്ലാ യൂട്യൂബ് വീഡിയോയിലെ അവസാനം നമ്മൾ ഒരു കാര്യം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ എപ്പിസോഡ്സിലും ഞാൻ ഇങ്ങനെ ഒരു ഗീവ് അവേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക? നമുക്ക് കാസ്റ്റിംഗിന് ഒരു 10% ഡിസ്കൗണ്ട് ഫോർ ദാറ്റ്സ് ആക്ച്വലി ഹ്യൂജ് തിങ് ആണ് അല്ലേ. അത് ഭയങ്കര ഒരു അടിപൊളി ഇടിവെട്ടൻ ഓഫർ ആണ്. 10% നമ്മുടെ ഇതില് ബുക്ക് ചെയ്യുന്നവർക്ക്. ആൻഡ് അതിനോടൊപ്പം തന്നെ വേറൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട്. അതെന്താ ഗിഫ്റ്റ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരു എന്താ കാസ്റ്റിംഗിന്റെ ഒരു ഗിഫ്റ്റ് ആദ്യം, അതായത് ലൈക്കും ഷെയറും അതിനോടൊപ്പം ആദ്യത്തെ കമന്റ് ചെയ്യുന്ന ഒരു നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബ് വ്യൂവറിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ വീട്ടിലെത്തും. അത് കിടല ഗിഫ്റ്റ് അല്ലേ, അടിപൊളി ഗിഫ്റ്റ് ആണത്. അത് നമ്മൾ പറയത്തില്ല എന്താണെന്ന്, കയ്യിൽ കിട്ടുമ്പോഴേ അറിയും. ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു. ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ്. സ്പെഷ്യലി എനിക്ക് എന്റെ പംകിനെ കൊണ്ടുവരാൻ പറ്റിയതിനകത്ത്. ആൻഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ. സോ കീപ് വാച്ചിങ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. താങ്ക് യു.
and stay happy and stay healthy. എപ്പോഴും ഞാൻ പറയുന്ന പോലെ love you all. So cut to after 2 days. എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ? നമ്മളിപ്പോ കാത്തു നിൽക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ ആളിനെ. രണ്ടുപേരും ഇപ്പൊ ഓടി വരും. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ പേഷ്യൻസ് ഉണ്ട്. ഈ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ആരാണ് വരുന്നത് ഞാൻ കാണിച്ചുതരാം. ഹലോ ഹലോ, ആരാണിത്? കുഞ്ഞി, ഇത് ഏത് കുഞ്ഞ? ഹായ്, ഫ്ലൈങ് കിസ് തരൂ. ഫ്ലൈങ് കിസ്. എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. ഫോൺ ആക്ട്രസ് ആണ്, ഫോൺ ആക്ട്രസ്. പേര് പറഞ്ഞു കൊടുത്ത എല്ലാരോടും ഹായ് പറയൂ. ഹായ്. അടിപൊളി പാക്കേജിങ്. പമ്പിന്റെ മാർക്സ് എല്ലാം ഉണ്ട് അതിനകത്ത്. നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയെന്ന് നോക്കിയാണ്ടേ. എന്റെ റിങ്സ്, എന്റെ ബാങ്കിള് പൊട്ടിയത് എല്ലാം അതിനകത്തുണ്ട്. നമ്മള് വൈറ്റ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പെയിന്റ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ? ഗോൾഡ് കൊടുക്കാം. ഗോൾഡ് ആൻഡ് സിൽവർ ആണോ? പക്ഷെ ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് തന്നെ. എന്റെ കുപ്പിയോളാ, എന്റെ കുപ്പിയോളാ പൊട്ടിയത്. എന്റെ കുപ്പിയോളാ. വെരി നൈസ്, താങ്ക് യു. ഇത് നീ ഒന്ന് വീഡിയോ പുറത്തിറക്കിട്ട് വേണമെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് വരാനായിട്ട് അല്ലേ? സ്പെഷ്യലി നമ്മള് 10% ഡിസ്കൗണ്ട് ഒക്കെ വലിയ വലിയ ഘോര പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും ഉണ്ട് അല്ലെ? അതെ, സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് നമ്മൾ അനൗൺസ് ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരിലും അറിയിച്ച് തരാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. ഐ വാണ്ട് ടു ബ്രിങ് മോർ entrepreneurs and especially women like you. എന്താ പറയുക, ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോറി ടു ടെൽ, അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. നമുക്ക് തന്നെ ഇത് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേജ് ഉണ്ട്, ശോഭ വിശ്വനാഥ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് DM ചെയ്താൽ മതി. ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് കീപ്സേക്ക് ജ്വല്ലറിയുടെ ആണെങ്കിൽ മിസ്റ്റേക്ക് ലവ് ഓൾ തിങ്സ് കീപ്സേക്ക് എന്നാണ്. എന്നെ ഒരുത്തി അവിടെ കിടന്ന് കീറുന്നുണ്ട്, ഇവിടെ വരെ കേൾക്കാം. അപ്പൊ ഉടനെ തന്നെ മദറാണ്. അപ്പൊ എന്തായാലും അവിടേക്ക് പെട്ടെന്ന് ഓടണം. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ, ബൈ. Girl. പീഡനാണ്.